വെൽക്കം ടു ബ്രെയിനി ബ്രൈറ്റ് അക്കാദമി. ബ്രെയിനി ബ്രൈറ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മാത്സിലെ ഒരു ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ആ ഒരു ഭാഗത്തിൽ വരുന്ന അഭാജ്യ സംഖ്യകളിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്ത് കോഡൊക്കെ വെച്ചിട്ട് മാത്സ് പഠിക്കുക. മാത്സ് ഒന്നും അറിയാത്തവർക്ക് വരെ ഈ ഒരു വീഡിയോ അത്രയും യൂസ്ഫുൾ ആവും. കാരണം നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് അഭാജ്യ സംഖ്യകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതാണ് അഭാജ്യ സംഖ്യകൾ? എന്താണ് അഭാജ്യ സംഖ്യകൾ? അഭാജ്യ സംഖ്യകളെക്കുറിച്ച് നിങ്ങൾക്കറിയോ? ഇതിൻ്റെ നോട്ടൊക്കെ കിട്ടണമെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റിലും ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടെലഗ്രാം ചാനൽ. അതിലെന്തുണ്ടാവും, നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാം. അതുപോലെ ടോപ്പിക് വൈസ് ചാനൽ എന്ന് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ ഓരോ ടോപ്പിക്കും ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് നോട്ടും കാര്യങ്ങളും കിട്ടും. ഓക്കെ, അപ്പം അഭാജ്യ സംഖ്യകൾ എന്താണ്? അഭാജ്യ സംഖ്യകൾ പറഞ്ഞാൽ സിമ്പിളാണ് മനസ്സിലാക്കാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താ അഭാജ്യ സംഖ്യകൾ? ഞാൻ ജസ്റ്റ് ഒരു സംഖ്യ എടുക്കുകയാണ്. ഏതാ സംഖ്യ? 2 എന്ന് എടുക്കല്ലേ. 2 2 എന്ത് ചെയ്യാൻ പറ്റും? 2 എനിക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ, 1 കൊണ്ട് ഹരിച്ചൂടെ? 2 1 കൊണ്ട് ഹരിച്ചാൽ 2ൽ 1 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ഞാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് ഹരിച്ച് നോക്കി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ടും 1 എന്ന് ആൻസർ കിട്ടിയില്ലേ? 2/2 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. അപ്പോൾ അതും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? പൂർണ്ണമായിട്ടും ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതേ രണ്ടിനെ ഞാൻ എന്ത് ചെയ്തു? ഇതേ 2നെ ഞാൻ വേറൊരു സംഖ്യ കൊണ്ട് 2നെ ഞാൻ 3 കൊണ്ട് ഹരിക്കുകയാണ്. 3 കൊണ്ട് ഹരിച്ചാൽ എങ്ങനെ? നമുക്ക് പോയിൻ്റ് ആണല്ലേ കിട്ടുക. പോയിൻ്റാണ് കിട്ടുക. അപ്പോൾ എന്താണ്, നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നില്ലല്ലോ. 2നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു പൂർണ്ണസംഖ്യ പറയുമ്പോൾ 1 2 3 4 അങ്ങനെ 5 6 അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ 2നെ എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? 2നെ നമുക്ക് 2 കൊണ്ടോ അല്ലെങ്കിൽ 2നെ 1 കൊണ്ടോ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2നെ എന്ത് വിളിക്കാം? 2 ഒരു അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യൻ്റെ ഇംഗ്ലീഷ് എന്താ? പ്രൈം നമ്പേഴ്സ് എന്നാണ്. പ്രൈം നമ്പറാണ്. സെറ്റാണല്ലോ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു സംഖ്യ എടുക്കുകയാണ്. ഏതാണ്? 3 എടുത്തു. 3ന് എന്ത് ചെയ്യാൻ പറ്റും? 3നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടി. 3ന് എന്ത് ചെയ്തു? 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് കിട്ടി. പക്ഷേ 3ന് എന്ത് ചെയ്യാൻ പറ്റില്ല? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല പൂർണ്ണമായിട്ട്. 3നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്, 3 എന്ന് പറഞ്ഞത് എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. മനസ്സിലായോ? 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ എന്താണ് അഭാജ്യ സംഖ്യ? അഭാജ്യ സംഖ്യ ആണ് മൂന്നാമതൊരാൾ വരരുത്, അത്രേ ഉള്ളൂ. അഭാജ്യ സംഖ്യ എന്നാണ് മൂന്നാമതൊരു ഘടകം ഉണ്ടായാൽ അത് അഭാജ്യ സംഖ്യ ആവൂല. മൂന്നാമതൊരു ഘടകം ഇല്ലെങ്കിൽ അത്തരം സംഖ്യകളെയാണ് എന്ത് പറയുന്നത്? അഭാജ്യ സംഖ്യ. എന്താ ഈ ഘടകം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഹരിക്കാൻ പറ്റുന്ന അതാണ് ഘടകം. ഓർത്ത് വെക്കണം. നമുക്ക് PSC എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക? ഇപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായിട്ടും ഡിവൈഡ്, അതായത് ഒരു സംഖ്യയെ 1 കൊണ്ടോ അല്ലെങ്കിൽ ആ സംഖ്യ കൊണ്ടോ മാത്രം ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരം സംഖ്യകളെയാണ് എന്ത് വിളിക്കുന്നത്? അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. സെറ്റാണോ? ക്ലിയർ ആണോ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എങ്ങനെയാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്? 1 മുതൽ 10 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ആ അഭാജ്യ സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പോൾ 1 മുതൽ വന്നത് എന്താണ്? 1 മുതൽ
10 വരെയുള്ള എത്ര അഭാജ്യസംഖ്യകളുണ്ടെന്ന് ചോദിക്കും PSC. അപ്പോൾ നമ്മൾ എന്ത് ആൻസർ പറയണം? 1 മുതൽ 10 വരെ 4 അഭാജ്യസംഖ്യകളുണ്ട്. എങ്ങനെ നമുക്ക് കോഡിലൂടെ പഠിക്കാം? അതിനുള്ള കോഡാണിത്. എല്ലാവരും ഓർത്തിരിക്കണം. എന്താണ് കോഡ്? 4 4 4 4 2 2 3 2 2 3 2 1. ഈ കോഡ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. സിമ്പിൾ കോഡാണ്. ഈ കോഡ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫുൾ ആൻസർ കിട്ടും. എങ്ങനെയാണ് ഈ കോഡ് യൂസ് ചെയ്യുക? ഈ 4 4 എന്നുള്ളത് ഈ 4 എന്താണ്? ഫസ്റ്റത്തെ 4 എന്താണ്? 1 മുതൽ 10 വരെ 1 മുതൽ 10 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? 1 മുതൽ 10 വരെ 4 അഭാജ്യസംഖ്യകളുണ്ട്. 1 മുതൽ 10 വരെ എത്രയാണ്? 4 അഭാജ്യസംഖ്യകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 മുതൽ 20 വരെ എത്ര അഭാജ്യസംഖ്യകളാണ്? 10 മുതൽ 20 വരെ അതാണ് ഇവിടെ കാണിക്കുന്നത്. 10 മുതൽ 20 വരെ 4 അഭാജ്യസംഖ്യകളുണ്ട്. അതാണ് അടുത്തതിൽ കാണിക്കുന്നത്. 1 മുതൽ 10 വരെ 4 അഭാജ്യസംഖ്യകളും 10 മുതൽ 20 വരെ എത്ര 4 അഭാജ്യസംഖ്യകളാണ്. അപ്പോൾ ഈ 1 മുതൽ 10 വരെ 4 അഭാജ്യസംഖ്യകളാണെന്ന് പറഞ്ഞു. ആ അഭാജ്യസംഖ്യകൾ ഏതൊക്കെയാണെന്ന് എങ്ങനെ പഠിച്ചാൽ? അത് പഠിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. അതായത് 2 3 5 7 അത് നമ്മൾ പഠിച്ചിരിക്കണം. 2 3 5 7 അത് നമ്മൾ പഠിച്ചിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ 6ൻ്റെ ഗുണനപ്പട്ടിക 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞുതരാം. 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്താ? 6 പിന്നെ എത്ര? 12 18 24. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? 24. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അതിൻ്റെ സൈഡിൽ വരുന്ന, അതായത് 6ൻ്റെ മുന്നേ വരുന്ന സംഖ്യ ഏതാ? 6ൻ്റെ മുന്നേ വരുന്ന ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. 6ൻ്റെ മുന്നേ വരുന്ന സംഖ്യയാണ് ഏത്? 6ൻ്റെ മുന്നേ 5 അല്ലേ വരുന്നത്? 6ൻ്റെ മുന്നേ വരുന്നതാണ് 5. 5 ഞാൻ ഇവിടെ എഴുതി. 6 കഴിഞ്ഞിട്ട് 7 വരുന്നു. 12ൻ്റെ മുമ്പ് ഏതാ? 11. 12 കഴിഞ്ഞിട്ട് 13. 18ൻ്റെ മുമ്പ് ഏതാണ്? 18ൻ്റെ മുമ്പ് 17. 18 കഴിഞ്ഞിട്ട് ഏതാണ്? 19. 24ൻ്റെ മുമ്പ് ഏതാണ്? 23. 24 കഴിഞ്ഞിട്ട് ഏതാണ്? 24 കഴിഞ്ഞിട്ട് 25. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതി നോക്കിയാൽ 6 മുതൽ എന്ത് ചെയ്യുക? 6ൻ്റെ ഗുണനപ്പട്ടിക മുഴുവനായിട്ട് എഴുതി നോക്കുക. അങ്ങനെ എഴുതി നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അഭാജ്യസംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ സൈഡിൽ വരുന്ന നോക്കുക. അപ്പോൾ ഈ 5 എന്താണ്? 5 ഒരു അഭാജ്യസംഖ്യയാണ്. കിട്ടിയോ? എന്താണ് ഐഡിയ എന്ന് മനസ്സിലായോ? അപ്പോൾ 5 എന്താണ്? ഒരു അഭാജ്യസംഖ്യയാണ്. എക്സെപ്ഷൻ കേസ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. പിന്നെ 6 കഴിഞ്ഞിട്ട് വരുന്ന എന്താണ്? ഒരു അഭാജ്യസംഖ്യയാണ്. അപ്പോൾ 5ഉം 7ഉം കിട്ടിയല്ലോ. ആദ്യത്തെ 5ഉം 7ഉം നമുക്ക് കിട്ടിയല്ലേ. പിന്നെ 2 3 നമുക്ക് പഠിച്ചു വെക്കാനും പറ്റും. അപ്പോൾ അത് സെറ്റ്. എന്ത് സിമ്പിളാണല്ലേ. പിന്നെ 12ൻ്റെ മുമ്പ് വരുന്ന ഏതാ? 11. 11 ഒരു അഭാജ്യസംഖ്യയാണ്. 13 ഒരു അഭാജ്യസംഖ്യ കണ്ടില്ലേ. അപ്പോൾ ഈ 11ഉം 13 നമുക്ക് കിട്ടി. സെറ്റായി. പിന്നെ ഏതാ? 18ൻ്റെ മുന്നേ വരുന്ന 17 അതൊരു അഭാജ്യസംഖ്യയാണ്. കിട്ടിയില്ലേ. പിന്നെ 19 അതും ഒരു അഭാജ്യസംഖ്യയാണ്. അതും കിട്ടിയല്ലോ. അപ്പോൾ 19ഉം 17ഉം കിട്ടി. പിന്നെ 24ൻ്റെ മുമ്പ് വരുന്ന 23 അതൊരു അഭാജ്യസംഖ്യയാണ്. പക്ഷേ എന്തല്ല നമ്മൾ ഏതല്ല നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് 25 എന്തല്ല? അഭാജ്യസംഖ്യയല്ല. 25 എന്തല്ല? അഭാജ്യസംഖ്യയല്ല. കാരണം എന്താ? 25 5ൻ്റെ മൾട്ടിപ്പിളാണ്. മൂന്നാമതൊരാളെ ഒരു കട്ടിറുമ്പ് പോലെ അവിടെ വന്നാൽ എന്തല്ല? അത് അഭാജ്യസംഖ്യ ആവില്ല. അത് പ്രൈം നമ്പർ ആവില്ല. അത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. സെറ്റല്ലേ. അങ്ങനെ 6ൻ്റെ ഗുണനപ്പട്ടിക മുഴുവനായിട്ട് എഴുതി നോക്കി നമുക്ക് എല്ലാ അഭാജ്യസംഖ്യകളും നമുക്ക് കിട്ടും. പിന്നെ എക്സെപ്ഷൻസ് ഉണ്ട്. 49 വരുമ്പോൾ എന്താണ്? 47ന് മുന്നേ 48. 47 കഴിഞ്ഞിട്ട് 48 എന്തല്ല? ഒരു അഭാജ്യസംഖ്യ അല്ല. കാരണം 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ എന്താണ്? ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക? നമുക്ക് അഭാജ്യസംഖ്യകൾ കണ്ടുപിടിക്കാനുള്ളൊരു ട്രിക്കാണ്. പിന്നെ നമ്മളിപ്പം പറഞ്ഞത് എന്താ? ഇതിൻ്റെ കോഡാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം 4 4 എന്നുള്ള കോഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 4 4 നിങ്ങൾക്ക് സെറ്റായി. ഇനി നമുക്ക് പറയാനുള്ള കോഡ് ഏതാണ്? 2 2 3. 4 4 എന്ന് പറയുമ്പോൾ 1 മുതൽ 10 വരെ എത്ര അഭാജ്യസംഖ്യകളാണ്? 4 അഭാജ്യസംഖ്യകൾ. അത് കണ്ടുപിടിക്കാനുള്ള ട്രിക്കും ഞാൻ പറഞ്ഞു തന്നു. പിന്നെ 10 മുതൽ 20 വരെ 4 അഭാജ്യസംഖ്യകളാണ്. അത് കണ്ടുപിടിക്കാനുള്ള ട്രിക്കും ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് പറയാനുള്ള ട്രിക്കാണ് 2 2 3. 2 2 3 എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു കോഡാണ്. 2 2 3. 2 2 3 അങ്ങനെ ഓർത്തിരിക്കുക. 20 to 30 വരെ എത്ര അഭാജ്യസംഖ്യകളാണ്? 2 അഭാജ്യസംഖ്യകൾ. 30 to 40 വരെ 2 എണ്ണം.
40 ടു 50 വരെ 3 എണ്ണം. സെറ്റല്ലേ? അപ്പോൾ 20 ടു 30 വരെ 2 അഭാജ്യസംഖ്യകൾ. ഏതൊക്കെയാണ് അഭാജ്യസംഖ്യകൾ? 23ഉം 29ഉം ആണ്. ഓർത്തിരിക്കുക. 30 ടു 40 വരെ 2 അഭാജ്യസംഖ്യകളാണ്. 31ഉം 37ഉം ആണ് ആ ഒരു അഭാജ്യസംഖ്യ. പിന്നെ 40 മുതൽ 50 വരെ 3 അഭാജ്യസംഖ്യകളാണ്. ഏതൊക്കെയാണ്? 41, 43, 47. ഓർത്തിരിക്കാമല്ലോ? ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത കോഡ് നോക്കാം. അടുത്ത കോഡ് എന്താണ്? 2, 2, 3. അടുത്ത കോഡാണ് നമ്മൾ 2, 2, 3. 2, 2, 3 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? 2, 2, 3 50 ടു 60 വരെ എത്ര? 2 അഭാജ്യസംഖ്യ. 60 ടു 70 വരെ 2 അഭാജ്യസംഖ്യ. 70 ടു 80 വരെ 3 അഭാജ്യസംഖ്യ. ഈ അഭാജ്യസംഖ്യകളും നിങ്ങൾ എഴുതി വെക്കുക. 50 ടു 60 വരെ 53ഉം 59ഉം ആണ് അഭാജ്യസംഖ്യ. 61, 67 ഇത് ഞാൻ പറഞ്ഞു അല്ലേ? 6ൻ്റെ ഗുണനപ്പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി നിങ്ങൾക്ക് കിട്ടും. പിന്നെ 71ഉം 73ഉം 79ഉം. അപ്പോൾ അതും കിട്ടുമല്ലോ. പിന്നെ അടുത്ത കോഡാണ് എന്ത്? അടുത്ത കോഡാണ് 2, 1. 2, 1 ഇതും കൂടി ആയാലും നമ്മൾ അഭാജ്യസംഖ്യകൾ സെറ്റായി ഇതിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും. 2 എന്ന് പറയുന്നത് എന്താണ്? 80 ടു 90 വരെ 2 അഭാജ്യസംഖ്യയും സെറ്റായല്ലോ. അപ്പോൾ 90 മുതൽ 100 വരെ ഏതൊക്കെയാണ്? ഒരൊറ്റൊരു അഭാജ്യസംഖ്യയുള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 97 എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? രണ്ടക്ക സംഖ്യയായിട്ടുള്ള ഏറ്റവും വലിയ സംഖ്യ, അതായത് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയിൽ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ അഭാജ്യസംഖ്യ ഏതാണെന്ന് ചോദിക്കും. രണ്ടക്കമായിട്ടുള്ള അഭാജ്യസംഖ്യ ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? 97 ആണ്. ഓർത്തിരിക്കണം. പഠിച്ചല്ലോ? സെറ്റല്ലേ? അപ്പോൾ എന്താണ് അഭാജ്യസംഖ്യ? അതാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത്. എന്താണ് അഭാജ്യസംഖ്യ? ഒന്നും ആ സംഖ്യയും ഘടകങ്ങളായി വരുന്ന സംഖ്യകളാണ് ഇത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാജ്യസംഖ്യ എന്നാ അതിനെ പറയാം. അതായത് പ്രൈം നമ്പേഴ്സ് പറഞ്ഞാൽ എന്താണ്? അഭാജ്യസംഖ്യയാണ്. അത് പ്രൈം നമ്പർ അല്ലെങ്കിൽ അതെന്താണ്? ഭാജ്യസംഖ്യയാണ്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. 30 മുതൽ 70 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? കണ്ടോ? നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. എങ്ങനെ കിട്ടുക? നമ്മൾ ആ ഒരു കോഡ് എഴുതുക. ആ കോഡ് എന്താ? പെട്ടെന്ന് എഴുതുക. എങ്ങനെ എഴുതുക? 4, 4 നമ്മൾ എഴുതിട്ടോ. 2, 2, 3. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? 2, 2, 3, 2, 1. ഇതെല്ലാം നമ്മളെ കോഡ്. പെട്ടെന്ന് കിട്ടും. 30 മുതൽ 70 വരെ എന്നാ. ഇതെത്ര മുതലായിരുന്നു? ഇത് 1 മുതൽ, ഞാൻ വേറെ കളർ കൊണ്ട് എഴുതി തരാം. ഇതെന്താ? 1 മുതൽ, ഈ 4 എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെ. അപ്പോൾ ഓർത്തിരിക്കുക, പെട്ടെന്ന് കിട്ടണം. പിന്നെ ഈ 4 എന്താണ്? 10 ടു 20 ആണ്. 20 കേട്ടോ. പിന്നെ ഇതെന്താ? 20 ടു 30. ഇതെന്താ? 30 ടു 40 അല്ലേ? അങ്ങനെ എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ 30 അല്ലേ? നമ്മളോട് ചോദിച്ചു 30 മുതലെന്നല്ലേ ചോദിച്ചേ. അപ്പോൾ ഇവിടെ നിന്നിട്ട് തുടങ്ങുമല്ലോ. അപ്പോൾ 30 മുതൽ 2 എണ്ണം ഉണ്ട്. 30 ടു 40 വരെ 2 എണ്ണം. അപ്പോൾ 30 മുതൽ 2 എണ്ണം അല്ലേ? അപ്പോൾ 30 ഇത് നമ്മൾ പ്ലസ് ചെയ്യണം. 2 കിട്ടി. 2 എടുത്തല്ലോ, നമ്മൾ 2 എടുത്തു കേട്ടോ. ഇങ്ങോട്ട് എന്ത് ചെയ്യണം? ഇതെത്ര? 40 ടു, ഇത് 30 ടു 40 വരെ. അപ്പോൾ ഇതെത്രയാണ്? 40 ടു 50. ഇത് 50 ടു 60. ഇത് 60 ടു 70. 70 വരെ എന്നല്ല ചോദിച്ചാൽ. അപ്പോൾ 70 വരെ അറിയുമ്പോൾ ഇതല്ലേ വരിക. അപ്പോൾ ഇവിടെ ഏറ്റവും പ്ലസ് ചെയ്യണം. കണ്ടോ? അപ്പോൾ ഈ 2ഉം ഈ 3ഉം ഈ 2ഉം ഈ 2ഉം പ്ലസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2ഉം 3ഉം 5. 5ഉം 3ഉം 5ഉം 2 എത്ര? 7. 7ഉം 2 എത്ര? 9. ആൻസർ എന്ത് കിട്ടും? 9. ആൻസർ കിട്ടിയല്ലോ. സെറ്റല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് സെറ്റാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, 20 ടു 80 വരെ എത്ര അഭാജ്യസംഖ്യകളാണ്? 20 ടു 80. ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സെറ്റാവും. എന്താണ്? 4 അവിടെ എഴുതുന്നുണ്ട്. 4, 4, 4, 2, 2, 3, 2, 2, 3, 2, 1. ഇങ്ങനെയാണ് എഴുതിയില്ലേ? ഒന്നിട്ട് പറഞ്ഞുതരാം. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കിട്ടോ. ഇതിൽ ഈ 4, 4 എന്നുള്ള ഈ 4 എന്താണ്? 1 ടു 10. ഇത് 10 ടു 20. ഇതെത്രയാണ്? 20 ടു 30. അങ്ങനെ എഴുതി വെക്കുക. ഇത് 30 ടു 40. ഇത് 40 ടു 50. ഇത് നിങ്ങൾക്ക് സെറ്റാവും. പിന്നെ ഇത് എത്രയാണ്? 50 ടു 60. ഇത് 60 ടു 70. ഇത് 70 ടു 80 അല്ലേ? 70 ടു 80. ഇതെത്ര? 80 ടു 90. നമ്മളോട് എത്ര ചോദിച്ചത്? 80 അല്ലേ പറഞ്ഞത്? അപ്പോൾ നോക്കി,
ഇത് വരെ അല്ലേ 80, ഇത് വരെ അല്ലേ 70 to 80, ഇവിടെ വരെ അല്ലേ. അപ്പോൾ ഇവിടെ വരെയുള്ള കൂട്ടുക എത്ര മുതൽ? 20 മുതൽ. 20 എന്ന് പറയുമ്പോൾ 10 to 20 വരെ ഏതാ? 20 to 30. അപ്പോൾ 20 എന്ന് പറയുമ്പോൾ ഇതല്ലേ. അപ്പോൾ ഈ രണ്ടും പിന്നെ ഏതാ? ഇതും കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2 + 2 + 3 + 2 + 2 + 3 എത്ര ആൻസർ വരും? ആൻസർ നമുക്ക് 14 വരും. കണ്ടോ? 2 + 2 + 3 പിന്നെ 2 + 2 + 3 എത്ര വരും? 14 ആൻസർ വരും. കിട്ടിയില്ല? ഞങ്ങളൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കിട്ടും. ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. 4 എന്ന് പറഞ്ഞത് 1 to 10 ആണ്. അതായത് 1 to 10 വരെ 4 അഭാജ്യസംഖ്യ. പിന്നെ ഇത് 10 to 20. ഇതെത്രയാണ്? 20 to 30. ഇത് 30 to 40. ഇത് 40 to 50. ഇതെത്ര? 50 to 60. 60 to 70. നമുക്ക് 70 മതി. 70 അല്ല 80 അല്ലേ. പിന്നെ 70 to 80. 80 വരെ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ 80 വരെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് വരെ, ഈ 3 വരെ നമ്മൾ എടുക്കണം. ഏത് മുതൽ? 20 to 30 എന്ന് പറയുന്നത് ഇതല്ലേ. അപ്പോൾ എത്രയാണ്? ഇത് മുതൽ എന്ത് ചെയ്യുക? ബാക്കി ഫുള്ള് പ്ലസ് ചെയ്യുക. 2 + 2 + 3 +2 +2 +3. അപ്പോൾ എത്ര കിട്ടും? 14 ആൻസർ കിട്ടും. എന്തൊരു ഈസി അല്ലേ. നല്ല ഈസി ഉള്ളൊരു മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 60 to 90 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? ഇതേ മെത്തേഡിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഈ 2ഉം 3ഉം 2ഉം പ്ലസ് ചെയ്ത് എത്ര കിട്ടി? നമുക്ക് 7 അല്ല 7 കിട്ടി. കണ്ടോ? ഇത് ഇവിടെ നിന്നാണല്ലോ 60 തുടങ്ങുന്നത്. ഈ 2 നിന്നല്ലേ 60 തുടങ്ങുന്നത്. മനസ്സിലായോ? ഈ 2 നിന്നാണ് 60 തുടങ്ങുന്നത്. 60 പിന്നെ എത്ര? 70 80 90 100. അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഈ 70 to 90 വരെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളോട് 2ഉം 3ഉം ഈ 2ഉം പ്ലസ് ചെയ്ത് എത്ര കിട്ടും? 7 കിട്ടും. ഈസിയാണേ. അങ്ങനെയാണെങ്കിൽ 40 to 90 വരെ എത്ര അഭാജ്യസംഖ്യകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. ഉറപ്പായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം. നമുക്ക് അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 40 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യനാണ്. 40 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? പെട്ടെന്ന് കിട്ടും. എന്ത് ചെയ്യണ്ടേ? അതേ കോഡ് നമ്മൾ എഴുതുക. അതേ കോഡ് എഴുതിയിട്ട് എന്ത് ചെയ്യുക? 40 വരെ എന്ന് പറയുമ്പോൾ ചിലവരൊക്കെ കൺഫ്യൂഷൻ ആവും. 40 വരെ പറഞ്ഞാൽ എന്താ? 1 to 40 എന്നല്ലേ. 40 വരെ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മുതൽ 40 വരെ എത്ര അഭാജ്യസംഖ്യകൾ ഉണ്ട് എന്നല്ലേ. അപ്പം എന്താണ്? ഇവിടുന്ന് അത് തുടങ്ങും. ഇങ്ങോട്ട് എന്താണ്? ഈ 2 വരെ പ്ലസ് ആയിട്ട് ചെയ്യുക. കണ്ടോ? 40 എന്ന് പറയുമ്പോൾ ഇവിടെ അറ്റല്ല വരുന്നത്. അപ്പം എന്ത് കിട്ടും? 12 എന്ന് ആൻസർ കിട്ടും. സെറ്റല്ലേ? സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇത് 1 to 10, ഇത് 10 to 20, 20 to 30, 30 to 40. കണ്ടോ? അപ്പം 2 വരെ ഈ 2 വരെ കേട്ടോ പ്ലസ് ചെയ്യുന്നത്. ഈ 2 വരെയാണ്. അപ്പം എത്രയാണ്? നമുക്ക് 12 എന്ന് വരും. 40 ഇവിടെ അല്ലേ വരുന്നത്. അപ്പം എത്ര കിട്ടും? 12. ആൻസർ കിട്ടിയില്ലേ? ഒന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ, 12 കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 40 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? 100 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? 100 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ 100 വരെ ഉള്ളതിൻ്റെ അല്ലേ ഇപ്പോൾ ഈ ഒരു കോഡ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 100 വരെ എത്ര? ഇതൊന്നായിട്ട് പ്ലസ് ചെയ്യുക. അപ്പോൾ എത്ര? 25 കിട്ടും. ഓക്കെ, സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു കോഡും കൂടി പറഞ്ഞു തരാം. അതായത് 100 വരെയുള്ള അഭാജ്യസംഖ്യ നമ്മൾ പഠിച്ച് വെക്കണം. അപ്പോൾ അതത്ര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ 100 വരെ എത്ര അഭാജ്യസംഖ്യകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 വരെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. 100 വരെ എത്ര അഭാജ്യസംഖ്യകളാണ്? 25 അഭാജ്യസംഖ്യകളാണ് ടോട്ടൽ. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ ഇതിൻ്റെ കൂടെ പഠിച്ചിരിക്കേണ്ടതാണ് 1000 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. എത്രയാണ്? 1000 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? അതേപോലെ 1000 എത്രാമത്തെ അഭാജ്യസംഖ്യയാണ് 164? അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ എന്ത് ചെയ്യണം? അതിനുള്ളൊക്കെ ആൻസർ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. അതിനുള്ളൊരു കോഡ്. അതായത് നിങ്ങളോട് ചോദിക്കും 1 മുതൽ 50 വരെ എത്ര അഭാജ്യസംഖ്യകളാണ്? 1 മുതൽ 50 വരെ 15 അഭാജ്യസംഖ്യകളാണ്. 1 മുതൽ 50 വരെ എത്രയാണ്? 15 അഭാജ്യസംഖ്യകളാണ്. ഓർത്തിരിക്കണേ. അങ്ങനെയാണെങ്കിൽ 51 മുതൽ 50 വരെ 15. അപ്പോൾ 51 മുതൽ 100 വരെ എത്ര? 1 മുതൽ 100 വരെ 25. 1 to 50 വരെ 15. അപ്പോൾ എത്ര? 25 15 പോയാൽ 10. അപ്പോൾ 51 മുതൽ 100 വരെ എത്ര? 10 അഭാജ്യസംഖ്യകളുണ്ട്. ഓക്കെ, സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, 25ാമത്തെ അതായത്
നമ്മൾ പറഞ്ഞു 1 മുതൽ 100 വരെ 25 അഭാജ്യസംഖ്യകളുണ്ട്. അങ്ങനെയാണെങ്കിൽ 25ാമത്തെ അഭാജ്യസംഖ്യ ഏതാണ്? 97 ആണ്. ഏതാണ്? 97 ആണ്. ഒന്നാമത്തെ അഭാജ്യസംഖ്യ ഏതാണ്? ഒന്നാമത്തെ അഭാജ്യസംഖ്യ 25ാമത്തെ അഭാജ്യസംഖ്യയാണ് ഏത്? 90. ഒന്നാമത്തെ അഭാജ്യസംഖ്യ ഏതാണ്? 2. കിട്ടിയോ? ഒന്നെന്തല്ല? അഭാജ്യവുമല്ല ഭാജ്യവുമല്ല. ഒന്നെന്തല്ല? അഭാജ്യവുമല്ല ഭാജ്യവുമല്ല. സെറ്റല്ലേ? സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെറ്റാണല്ലോ? ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് അതും കൂടി പറഞ്ഞു തരുന്നാൽ 1 മുതൽ 1000 വരെ എത്ര അഭാജ്യസംഖ്യ? 1 മുതൽ 1000 വരെ എത്ര അഭാജ്യസംഖ്യകളാണ്? 1 മുതൽ 1000 വരെ എത്ര അഭാജ്യസംഖ്യകളാണ്? 168 അഭാജ്യസംഖ്യകളാണ്. 168 അഭാജ്യസംഖ്യകളാണ്. അങ്ങോട്ട് ഓർത്തിരിക്കുക, 168 അഭാജ്യസംഖ്യകൾ. അങ്ങനെയാണെങ്കിൽ 168ാമത്തെ അഭാജ്യസംഖ്യ ഏതാ? 168ാമത്തെ അഭാജ്യസംഖ്യ 997 ആണ് കേട്ടോ. 997 ആണ്. അങ്ങനെയാണെങ്കിൽ 100ാമത്തെ അഭാജ്യസംഖ്യ ഏതാ? 100ാമത്തെ അഭാജ്യസംഖ്യ 1 മുതൽ 100 വരെയാണെന്ത്? 1 മുതൽ 100 വരെ എത്ര അഭാജ്യസംഖ്യ ഉണ്ടെന്നാണ് ചോദിച്ചത്. അത് 25. പക്ഷെ 100ാമത്തെ അഭാജ്യസംഖ്യ 25 ഇല്ല. ഇല്ലേ? 100ാമത്തെ അഭാജ്യസംഖ്യ ആവില്ലല്ലോ 25. കാരണം 1 മുതൽ 100 വരെ ഉള്ളതിൽ എത്ര അഭാജ്യസംഖ്യ? 25 ഉണ്ട്. അപ്പോൾ 100ാമത്തെ അഭാജ്യസംഖ്യ എന്ന് പറയുമ്പോൾ എത്രയാണ്? അത് 541 ആണ്. ഓർത്തിരിക്കണം, 541 ആണ്. 100ാമത്തെ അഭാജ്യസംഖ്യ 541. 1 മുതൽ 100 വരെ 25 അഭാജ്യസംഖ്യകളാണല്ലേ. അപ്പോൾ 25 ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 25 + 25 + 25 ആണ്. 4 25 കൂടുമ്പോഴല്ലേ 100 ആവുന്നത്. അങ്ങനെ 100ാമത്തെ അഭാജ്യസംഖ്യ ഏതാണ്? 541 ആണ്. സെറ്റായോ? ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ 168ാമത്തെ 168, അതായത് 1000 1 മുതൽ 1000 വരെ 168 അഭാജ്യസംഖ്യകളുണ്ട്. 1 മുതൽ 1000 വരെ 168 അഭാജ്യസംഖ്യകളുണ്ട്. 168ാമത്തെ അഭാജ്യസംഖ്യ ഏതാണ്? 997 ആണ്. സെറ്റായല്ലോ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു കോഡാണ് ഇതാ. നമുക്ക് ഈ 25 പ്ലസ് ചെയ്ത് വരുന്ന അഭാജ്യസംഖ്യകൾ നമ്മളോട് ചോദിക്കാറുണ്ട്. 0 മുതൽ 25 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? 25 മുതൽ 50 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? അല്ലെങ്കിൽ 25 മുതൽ 75 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? അപ്പോൾ അത് നമുക്ക് പഠിക്കണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിനൊരു കോഡുണ്ട്. എന്താ കോഡ്? ഒരു മൊബൈൽ നമ്പർ പോലെ പഠിച്ചിരിക്കേണ്ട ഒരു കോഡാണ്. എന്ത്? ഒരു ഫോൺ നമ്പർ പോലെ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എന്താണ് ആ കോഡ്? എന്താ? 96 64 അത്രേ ഉള്ളൂ. 96 64. എങ്ങനെയാണ് ഈ 96 64? ഈ 9 96ലെ ഈ 9 എന്താണ്? 0 മുതൽ 25 വരെ എത്ര അഭാജ്യസംഖ്യകളുണ്ട്? 9 അഭാജ്യസംഖ്യ. 25 മുതൽ 50 വരെ എത്ര അഭാജ്യസംഖ്യ? 6 അഭാജ്യസംഖ്യ. 50 മുതൽ 75 വരെ എത്ര അഭാജ്യസംഖ്യ? 6 അഭാജ്യസംഖ്യ. 75 മുതൽ 100 വരെ എത്ര അഭാജ്യസംഖ്യ? 4 അഭാജ്യസംഖ്യ. അതാണ് ഈ 96 64. സെറ്റായോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എന്താണ് 9 എന്ന് പറഞ്ഞാൽ 0 to 25 ഇങ്ങനെ പ്ലസ് ചെയ്ത് പോവുക. 25ക്ക് 25 കൂട്ടി 50. അപ്പോൾ 25 to 50 വരെ 6 എണ്ണം. 50 to 75 വരെ 6 എണ്ണം. 75 to 100 വരെ 4 എണ്ണം. സെറ്റ് അല്ലേ? ഇനി എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 25 മുതൽ 75 വരെ 25 മുതൽ 75 വരെ എത്ര അഭാജ്യസംഖ്യ? സിമ്പിൾ. കണ്ടോ? 25 മുതൽ എത്ര എണ്ണം? 6 എണ്ണം. എത്ര വരെ ചോദിച്ചാൽ 75 വരെ. അപ്പം എന്താ? ഈ 6 പ്ലസ് ചെയ്യുക. എത്ര? 12. സെറ്റ്. കിട്ടി. ഉണ്ടോ? 12. അങ്ങനെയാണെങ്കിൽ 25 to 100 വരെ എത്ര? 16 വരും. എങ്ങനെ വരിക? 25 to 100. 6 + 4 6 6 4 10. 10 + 6 എത്രയാണ്? എത്ര? 25 to 100 അല്ലേ പറഞ്ഞേ? 25 to 100. അപ്പോൾ 6 4 10. 10ക്ക് 6 കൂട്ടിയാൽ എത്ര? 16 ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കണേ. 16. പിന്നെ അടുത്ത എത്രയാണ്? 75 വരെ എത്രയാണ്? അത് അതേപോലെ നിങ്ങൾ കൂട്ടി നോക്കുക. 21 ആൻസർ കിട്ടും. സെറ്റാണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇതാ. ഈ ഒരു ക്വസ്റ്റ്യന് എപ്പോഴും ചോദിക്കാറുണ്ട്, കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. 72നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്താണ് ആൻസർ കിട്ടുക? 72നെ അഭാജ്യ ഘടകങ്ങളാക്കുക. 72നെ എന്ത് ചെയ്യുക? അഭാജ്യ ഘടകങ്ങളാക്കുക. അപ്പോൾ എന്താ ആൻസർ കിട്ടുക? ഓപ്ഷൻസ് ഇതാ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓപ്ഷൻസ്. എങ്ങനെ കിട്ടുക? ഞാൻ അവിടെ ചെയ്ത് കാണിച്ചു തരാം. 72നെ നമ്മൾ എന്ത് ചെയ്യുക? 72നെ അഭാജ്യ ഘടകങ്ങളാക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് കേട്ടോ.
ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഓക്കെ. എങ്ങനെയാണ് 72നെ അഭാജ്യഘടകങ്ങളാക്കാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ജസ്റ്റ് 72 എഴുതുക. എന്താ LCM എടുക്കുക. LCM എടുക്കൽ എങ്ങനെ? LCM എടുക്കാൻ അറിയാത്തവരുണ്ടാവും, അവർക്കും വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത്. LCM എടുക്കുക. ജസ്റ്റ് ഒന്ന് 72 എഴുതുക. എന്നിട്ട് അതിൻ്റെ LCM പറയുമ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പകുതി എടുത്ത് ഇങ്ങനെ പോവുക. എന്താണ് അതിൻ്റെ പകുതി എടുത്ത് ഇങ്ങനെ പോവുക. അപ്പോൾ നമുക്ക് LCM കിട്ടും. അപ്പോൾ 72നെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 72നെ പകുതി എടുത്താൽ 36. LCM എടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ അഭാജ്യഘടകങ്ങളാക്കാന്ന് പറയുമ്പോൾ LCM എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം. 2 എന്താണ് ഒരു അഭാജ്യ സംഖ്യയല്ലേ? 3 എന്താണ് ഒരു അഭാജ്യ സംഖ്യയല്ലേ? അങ്ങനെ 2, 3, 5, 7 അങ്ങനെ അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്തിട്ട് LCM എടുക്കുക. അതാണ് എന്ത്? ഘടകങ്ങളാക്കുക. അഭാജ്യ ഘടകങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ 72നെ ഞാൻ പകുതിയാക്കണം. അപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മൾ സാധാ ഹരിക്കുന്ന പോലെയല്ല. എങ്ങനെ ചെയ്യേണ്ടത്? ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. 72 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു വര വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അങ്ങനെ വര വരച്ചിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ. എന്നിട്ട് 72ൻ്റെ പകുതി എത്രയാണ്? 36. 36 നമ്മളിവിടെ എഴുതുക. അപ്പോൾ 2 എടുത്തിട്ടുള്ളത്. 72ൻ്റെ പകുതി 36. ഇനി 36 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? അത് നോക്കണം, പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ 2 എഴുതി. 72ന് എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങോട്ട് ആൻസർ എന്ത് ചെയ്ത് അവിടെ എഴുതുക. 18 നമ്മൾ എഴുതിയല്ലോ. ഇനി 18ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 18നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര? 9. പക്ഷേ നോക്കി, 9 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇല്ലല്ലോ. 9ന് എന്ത് ചെയ്യാൻ പറ്റില്ല? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്തൊരു സ്റ്റെപ്പിൽ. ഇത് നിങ്ങൾക്ക് തെറ്റിക്കാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ 9ന് എന്താ ചെയ്യേണ്ടത്? 3 കൊണ്ട്. 3 എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ 9ൽ 3 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. അത് നമ്മളിവിടെ എഴുതി കണ്ടോ. 9ൽ 3 പ്രാവശ്യം പോവാം. 3 എഴുതി. ഇനി 3ന് എന്ത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടി? 1 കിട്ടി. അപ്പം നമുക്ക് എന്താ ആൻസർ കിട്ടിയേ? ഈ ഒരു കാര്യം ഒഴിവാക്കിയാൽ, അതായത് ഈ ഒരു സംഭവം നമ്മൾ ഒഴിവാക്കി കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? ഈ സൈഡിലുള്ളത് മാത്രം എഴുതി നോക്കുക. സൈഡിലുള്ള മാത്രം എഴുതി നമുക്ക് എന്ത് കിട്ടും? നിങ്ങളൊന്ന് നോക്കി. 2 കണ്ടോ. ഈ 2 കിട്ടി. പിന്നെ ഈ 2 ഇത് നമ്മൾ പിന്നെ എടുക്കൂലല്ലോ. പിന്നെ ഈ 3 അങ്ങനെ എഴുതാട്ടോ ഞാൻ. 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ 3 2 എഴുതിയല്ലോ. പിന്നെന്താ? ഇൻറ്റു ഈ 3 2 3. അപ്പം നമുക്ക് ഇതിനെന്ത് ചുരുക്കി ചെയ്താ? 2 3 പ്രാവശ്യമല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 എത്ര പ്രാവശ്യം എടുത്തു? 3 പ്രാവശ്യം. 3 എന്നുള്ളത് മുകളിൽ എഴുതുക. എന്നിട്ട് ഒരു ഇൻറ്റു. എന്നിട്ട് എന്ത് ചെയ്യുക? 3 എത്ര പ്രാവശ്യം എടുത്തിട്ടുള്ളത്? 2 പ്രാവശ്യമല്ലേ. അപ്പോൾ 3 എന്ന് എഴുതിയിട്ട് 3 എന്ത് ചെയ്യുക? മുകളിൽ എഴുതുക. 2 പ്രാവശ്യമല്ലേ 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 സ്ക്വയർ. അപ്പോൾ എന്താ ആൻസർ വരിക? എന്താ ആൻസർ വരിക? ഒന്നുകൂടി പറഞ്ഞു തരാം. 2 എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യമാണ് 2 എടുത്തിട്ടുള്ളത്. 2 എത്ര പ്രാവശ്യം എടുത്തിട്ടുള്ളത്? 3 പ്രാവശ്യം. അപ്പോൾ 2 3 പ്രാവശ്യം എടുത്തതുകൊണ്ട് 2ൻ്റെ മണ്ടയിൽ എന്താ എഴുതണം? 3 എന്ന് എഴുതിയിട്ട് ഒരു ഇൻറ്റു കൊടുക്കുക. 3 എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം എടുത്തു. അപ്പോൾ 3 എന്ന് എഴുതിയിട്ട് മണ്ടയിൽ 2 എഴുതുക. ഇത് നോക്കണ്ട കേട്ടോ, ഇത് നോക്കണ്ട. ഇത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ എന്താണ് ആൻസർ? 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ. സെറ്റല്ലേ? അപ്പോൾ നമ്മളെ ഓപ്ഷനിൽ 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ ഇത് ഓപ്ഷനിൽ കിടക്കുന്നു. ഇപ്പോൾ ഡി ആണ് എന്ത് ആൻസർ? 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ. സെറ്റല്ലേ? ഈ ഒരു സാധനമാണ് ഇതായിട്ടുള്ളത്. 2 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യമുണ്ട്. അപ്പോൾ 2ൻ്റെ മണ്ടയിൽ എഴുതി 3 എഴുതി. 3 എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ 3ൻ്റെ മണ്ടയിൽ എന്ത് എഴുതി? 3 എന്ന് എഴുതി. സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യന് 200നെ അഭാജ്യ ഘടകങ്ങളാക്കാം. എന്ത് കിട്ടും നമുക്ക്? 200നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ നമുക്ക് നോക്കാം. 200നെ അഭാജ്യ ഘടകങ്ങളാക്കാം കേട്ടോ. അപ്പോൾ 200നെ അഭാജ്യ ഘടകങ്ങളാക്കുമ്പോൾ 200ന് എന്ത് ചെയ്യും? പകുതി എടുത്തൂടെ? അപ്പോൾ 2. അപ്പോൾ എന്ത് ചെയ്യും? 100 കിട്ടി. 100 കിട്ടിയില്ലേ? പിന്നെ 100ന് നമുക്ക് പകുതി എടുത്തൂടെ? 100ൻ്റെ പകുതി എടുത്താൽ 50. 50ന് എന്ത് ചെയ്തൂടെ? പകുതി എടുത്തൂടെ? 50ന് പകുതി എടുത്ത് എന്ത് കിട്ടും? 25. 25ന് പകുതി എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 25ന് പോകുന്ന അഭാജ്യ ഘടകം ഏതാ? 5 ആണ്. 5 ഒരു അഭാജ്യ സംഖ്യയല്ലേ. അപ്പോൾ 25ൽ എത്ര 5 ഉണ്ട്? 5. അതിനവിടെ എഴുതുന്നു കേട്ടോ. 25ൽ എത്ര 5 ഉണ്ട്? 5. അപ്പോൾ 25ൽ 5. പിന്നെ ഈ 5ൽ എത്ര പോവും? 5 പോകൂലേ. അപ്പം 5ൽ എത്ര 5? ഒരു 5 കിട്ടിയല്ലോ. അപ്പോൾ എത്ര 2 എടുത്ത് നമ്മൾ എത്ര 2 എടുത്ത്? 3 2ഉം
2 5 അല്ലേ, 2 5. അപ്പം എന്ത് ചെയ്യുക, 2 3 അപ്പോൾ 2ൻ്റെ മണ്ടയിൽ 3 ഇൻറ്റു എത്രയാണ് 2 5 എടുത്തിട്ടുള്ളത്. അപ്പോൾ 5ൻ്റെ മണ്ടയിൽ 2, അപ്പോൾ 2³ ഇൻറ്റു 5² ആൻസർ കണ്ടോ. 2³ ഇൻറ്റു 5² കണ്ടോ. 2³ ഇൻറ്റു 5² എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ ഓപ്ഷനിൽ 5² ഇൻറ്റു 3³ 2 ഇപ്പോൾ ഒന്നല്ലേ. 1 ഇൻറ്റു 2 എന്ന് പറയുന്നതും 2 ഇൻറ്റു 1 എന്ന് പറയുന്നതും സെയിം അല്ലേ. അതുകൊണ്ട് എന്താണ് തല തിരിച്ചിട്ടാലും പ്രശ്നമില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടിയല്ലോ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 108നെ അഭാജ്യഘടകങ്ങളാക്കിയാൽ എന്താ ആൻസർ കിട്ടുക. 108നെ അഭാജ്യഘടകങ്ങളാക്കുക. 108നെ അഭാജ്യഘടകങ്ങളാക്കിയാൽ എന്താ കിട്ടുക. ഇതാണ് 108നെ അഭാജ്യഘടകങ്ങളാക്കി നമുക്ക് എന്ത് കിട്ടും. 108നെ നമ്മൾ എന്ത് ചെയ്യും. 108നെ നമ്മൾ എന്ത് ചെയ്യും. പകുതി എടുക്കും. പകുതി എടുത്താൽ എന്താ കിട്ടും നമുക്ക്. പകുതി എടുത്താൽ എന്ത് കിട്ടും. 54 കിട്ടും. പകുതി എടുത്താൽ എന്ത് കിട്ടും. 54 കിട്ടും. 54 നമ്മളിവിടെ എഴുതി. ഇങ്ങോട്ട് ഈ 54 നമുക്ക് പകുതി എടുത്തൂടെ. 54 പകുതി എടുത്താൽ 27. പകുതി എടുക്കാൻ പറ്റുമോ. ഇല്ല, 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. 3 കൊണ്ട് ഹരിക്കണം. അതുകൊണ്ട് എന്ത് ചെയ്ത് 27 എത്ര 3 ഉണ്ട് നോക്കി. എത്ര എണ്ണ 3 9 27. അപ്പോൾ 9 27 3 9. ഇങ്ങോട്ട് ഈ 9നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് പറ്റും. അപ്പോൾ 3 3 പ്രാവശ്യം. 3നെ എന്ത് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 എത്ര പ്രാവശ്യം. 1 പ്രാവശ്യം. അപ്പോൾ നമ്മൾ 2 എത്ര പ്രാവശ്യം എടുത്തു. 2 പ്രാവശ്യം എടുത്തു അല്ലേ. 2 പ്രാവശ്യം എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം. 2 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് എന്താണ്. അഭാജ്യസംഖ്യ നമ്മൾ പറഞ്ഞില്ലേ. 2 എത്ര പ്രാവശ്യം. 2 പ്രാവശ്യമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 എന്താണ്. 2 സ്ക്വയർ ഇൻറ്റു 3 പ്രാവശ്യം എടുത്തപ്പോൾ 3³ സെറ്റായല്ലോ. സെറ്റായി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യന് ആദ്യത്തെ 4 അഭാജ്യസംഖ്യകളുടെ ഗുണനഫലം എത്ര. അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ 4 അഭാജ്യസംഖ്യകളുടെ ഗുണനഫലം എത്ര. എങ്ങനെ കണ്ടുപിടിക്കുക. നമുക്കറിയാം ആദ്യത്തെ 4 അഭാജ്യസംഖ്യകൾ ഏതൊക്കെയാണ്. 2 അറിയാം, 3 അറിയാം, 5 അറിയാം, 7 അറിയാം. എന്നിട്ട് എന്ത് ചെയ്യുക. അതൊന്നായിട്ട് ഗുണിക്കുക. 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7. എന്നിട്ട് എന്താ ആൻസർ കിട്ടണമെന്ന് നോക്കുക. അത്രേ ഉള്ളൂ പണി. അപ്പോൾ എത്ര കിട്ടും. 210 എന്ന് കിട്ടും. 2 3 6 6 5 30 30 ഇൻറ്റു 7 210 അല്ലേ. സെറ്റ് അല്ലേ. അപ്പം എന്താണ് 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7. ഇനി പ്ലസ് ആകുമ്പോൾ എന്ത് ചെയ്യും. ഒന്നായിട്ട് പ്ലസ് ചെയ്യുക. അത്രേ ഉള്ളൂ. സിമ്പിളാട്ടോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യനാണ്. അഭാജ്യസംഖ്യ അല്ലാത്തത് ഏത്. പെട്ടെന്ന് ആൻസർ പറയണം. എന്താവും അഭാജ്യസംഖ്യ അല്ലാത്തത്. ഓപ്ഷൻ എ 11 13 15 17. ഏത് ആൻസർ 15. കാരണം എന്താ 15ൽ മൂന്നാമതൊരാൾ വന്ന് ആരെ വന്നേ 5 വന്നു. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ 15നെ. അപ്പോൾ എന്ത് ചെയ്യണം. നമ്മൾ അഭാജ്യസംഖ്യകൾ ഏതൊക്കെയെന്ന് പഠിച്ചു വെക്കണം. ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അഭാജ്യസംഖ്യ അല്ലാത്തത് ഏതാണ്. 39 ഓർത്തിരിക്കുക. 79 59 29 ഒക്കെ എന്താണ് അഭാജ്യസംഖ്യയാണ്. അഭാജ്യസംഖ്യ അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇതല്ലോ. ഓക്കെ. സെറ്റ്. ക്ലിയർ ആയല്ലോ. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ ഏതാ. 1 കേട്ടോ. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യയാണ് ഏത്. 1. സെറ്റാണല്ലോ. സെറ്റാണ്. 101ന് എത്ര ഘടകങ്ങളുണ്ട്. 101ന് എത്ര ഘടകങ്ങളുണ്ട്. 101ന് ആകെ ഏത് ഘടക. 101 എന്ന് പറഞ്ഞത് ഒരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് എന്താണ് 2 ഘടകം മാത്രമേ ഉള്ളൂ. ഘടകം പറഞ്ഞാൽ ഹരിക്കാൻ പറ്റുന്നത്, പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്നത്. 101 എന്താണ്. 101നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. 101 കൊണ്ട് തന്നെ ഹരിക്കാൻ പറ്റും. അപ്പോൾ 1 എന്ന് കിട്ടുമല്ലോ. പിന്നെ 101നെ കണ്ടോ. 101നെ ഒന്നുകൂടെ എഴുതി തരാം. എഴുതിയപ്പോൾ ഒന്ന് മാറി. 101നെ 101 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 കിട്ടി. 101നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 101 കിട്ടി അല്ലേ. പക്ഷെ 101നെ വേറെ സംഖ്യ കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും പോയിന്റ് കിട്ടും. അതുകൊണ്ട് എന്താണ് 101 ഒരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് 2 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്. 5ൽ അവസാനിക്കുന്ന അഭാജ്യസംഖ്യകളുടെ എണ്ണം എത്ര. 5ൽ അവസാനിക്കുന്ന അഭാജ്യസംഖ്യകളുടെ എണ്ണം എത്രയാണ്. ഒരൊറ്റൊരു അഭാജ്യസംഖ്യകൾ ഏതാണ്. അത് 5 അതേതാണ് 5. കാരണം ബാക്കി എന്താണ്. ബാക്കിയൊക്കെ 25 35 ഒക്കെ പറയുമ്പോൾ മൂന്നാമത് 5 എന്നുള്ളൊരു ഘടകം വന്ന്. അതുകൊണ്ട് അത് പറ്റൂല. ഒന്നുകൂടി പറഞ്ഞുതരാം. 25 25ന് എന്ത് ചെയ്യാൻ പറ്റും. 25 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഘടകമായി.
പിന്നെ 25നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ ഒരു ഘടകമായി. പിന്നെ 25ന് എന്ത് ചെയ്യാൻ പറ്റും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും പൂർണ്ണമായിട്ട് അല്ലേ, പൂർണ്ണമായിട്ട് 5 എന്നുള്ള ആൻസർ കിട്ടും. അപ്പം എന്തായി, 3 ഘടകമായി. 3 ഘടകം അവിടെ വന്നാൽ എന്തായി, കഴിഞ്ഞു, കഥ കഴിഞ്ഞു. കാരണം എന്താ, 3 ഘടകം വരാൻ പറ്റൂല. അതാണ്. ഓക്കെ, സെറ്റാണല്ലോ, സെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിക്കുന്നത് 2, 3, 5, 7 2, 3, 5, 7 അടുത്ത സംഖ്യ ഏതാവുന്നു? 2, 3, 5, 7 നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓപ്ഷൻ നോക്കിയാൽ എന്ത് കിട്ടും? 11 കാരണം 11 എന്താണ്, ഒരു അഭാജ്യ സംഖ്യയാണ്. കണ്ടോ നിങ്ങൾ? തെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരു 8, 9 ഒക്കെ കൊടുത്തിട്ടുണ്ട്. 9 പോയി എഴുതിയത്, കാരണം 9നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റൂലേ. 9/3 എത്രയാണ്? 3 ഓക്കെ, 3 3 9 അല്ലേ. അപ്പം എന്തല്ല, 9നെ നമുക്ക് ഹരിക്കാൻ പറ്റൂലേ. അതുകൊണ്ട് 9 എന്തല്ല, അഭാജ്യ സംഖ്യയല്ല. അതുകൊണ്ട് 11 ആൻസർ. കിട്ടിയല്ലോ. 8 നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 8 എന്തല്ല, ഒരു അഭാജ്യ സംഖ്യയല്ല. 9 അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ 2, 3, 5, 7 കഴിഞ്ഞിട്ട് ഏതാ, 11 ആൻസർ വരിക. സെറ്റല്ലേ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തേക്ക് പോവാം. ഒറ്റയാൻ ഏത് ഏതാവും? ഒറ്റയാൻ ഏത് എന്താണ്? അതായത് 73 63 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒറ്റയാൻ ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒറ്റയാൻ ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ വേറെ ഓപ്ഷനും കൂടി ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒറ്റയാൻ ഏത് 73 ഉണ്ട്, 63 ഉണ്ട്. നമ്മളെ PDF കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. കണ്ടോ, നമ്മൾ ഈ PDF അത്രയും അടിപൊളിയായിട്ടുള്ള PDFും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ വിഷയത്തിനും നമ്മൾ PDF ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പോൾ 73 63, അടുത്തത് എന്താണ് 53 43. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ആൻസർ കാണിച്ച് തരുന്നില്ല. കറക്റ്റ് ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റല്ലേ? സെറ്റാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 40നും 60നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 40നും 60നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? നമ്മൾ മറ്റേ കോഡ് ഉപയോഗിച്ചിട്ട് എഴുതുക. അപ്പോൾ എന്ത് കിട്ടും? അപ്പം എന്ത് കിട്ടും നമുക്ക് ആൻസർ? 40നും 60നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 5 അഭാജ്യ സംഖ്യകളുണ്ട്. ഒരു കോഡ് എഴുതി നോക്കിയാൽ നമുക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ 6ൻ്റെ ഗുണനപ്പട്ടിക എഴുതി നോക്കുക, അതിൻ്റെ അപ്പുറമുള്ള എടുക്കുക. ഓക്കെ, സെറ്റാണല്ലോ, സെറ്റാണ്. തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുക 210 ആണെങ്കിൽ ഈ സംഖ്യകളിൽ അഭാജ്യ സംഖ്യ ഏതാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുക 210 ആണെങ്കിൽ ഈ സംഖ്യകൾ അഭാജ്യ സംഖ്യ ഏതാണ്? എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് ഞാൻ പറഞ്ഞു തരാം. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടതാണ് ഈ ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ എല്ലാവരും ഒന്നും നോക്കിയിരിക്കണേ. ഞാൻ ചോദിക്കട്ടെ, തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യ പറഞ്ഞാൽ എന്താ? 1 2 3 4 5 നമ്മൾ എണ്ണിപ്പോലെ, അതാണ് എന്ത് തുടർച്ചയായിട്ടുള്ള അഭാജ്യ സംഖ്യ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് 1 എന്ന് പറയുമ്പോൾ 1ക്ക് എത്ര കൂട്ടിയതാ? 2. 1ലേക്ക് എത്ര കൂട്ടിയതാ? 2. 1 കൂട്ടിയതല്ലേ? 2 കഴിഞ്ഞിട്ട് 3. അപ്പോൾ ഈ 1ക്ക് എത്ര കൂട്ടിയതാ? 3. 2 കൂട്ടിയത് അല്ലേ? അങ്ങനെയല്ലേ? മനസ്സിലായോ? അതായത് 1ലേക്ക് 1 നമ്മളിപ്പോൾ 1 എഴുതുകയാണെങ്കിൽ 1 2 3 4 5 അല്ലേ? അപ്പോൾ ഈ 1ലേക്ക് എത്ര കൂട്ടിയത്? 2. 1 കൂട്ടിയതല്ലേ? 1. പിന്നെ 1ലേക്ക് എത്ര കൂട്ടിയത്? 3. 2 കൂട്ടിയത് +2. പിന്നെ 1ലേക്ക് 4 എത്ര കൂട്ടിയത്? +3. പിന്നെ 1ലേക്ക് എത്ര കൂട്ടിയത്? 5 +4. ഇങ്ങനെയല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ എഴുതിക്കൂടെ? അതായത് ഇവിടെ എന്താ പറഞ്ഞത്? തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞത്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു X എടുക്കുക. എന്തെടുക്കുക? X. അപ്പോൾ 1ലേക്ക് എത്ര കൂട്ടിയതായിരുന്നു? 2. 1 കൂട്ടിയല്ലേ? അപ്പോൾ ഈ X എന്നുള്ളത് 1 ആക്കി എടുത്താൽ Xലേക്ക് 1 കൂട്ടിയതാണ് 2. അപ്പോൾ 2 കിട്ടിയല്ലോ. പിന്നെ ഈ 1ലേക്ക് എത്ര കൂട്ടിയതാണ്? 3. 2 കൂട്ടിയത്. അപ്പോൾ X എന്നുള്ളത് 1 ആക്കി എടുക്കുക. X എന്താണ്? 1 ആണെന്ന് വിചാരിക്കുക. Xലേക്ക് എത്ര കൂട്ടിയതാണ്? 3. Xലേക്ക് 2 കൂട്ടിയത്, ഇത്രേ ഉള്ളൂ. പിന്നെ Xലേക്ക് എത്ര കൂട്ടിയതാണ്? 4. Xലേക്ക് 3 കൂട്ടിയത് 4, ഇത്രേ ഉള്ളൂ. അപ്പം എന്താണ്? തുടർച്ചയായിട്ടുള്ള 4 എണ്ണൽ സംഖ്യകളുടെ തുക 210 ആണെങ്കിൽ എന്നാണ് ചോദിച്ചത്. അതായത് ഇതെല്ലാം കൂടിയിട്ട് കൂട്ടുക. ഏതെല്ലാം കൂടിയും?
ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുക. ഈ എക്സും x+1ഉം x+2ഉം x+3ഉം ഒക്കെ കൂട്ടിയാൽ എന്ത് കിട്ടും? 210 കിട്ടും. എന്ത് കിട്ടും? 210. അപ്പം നമുക്ക് എഴുതി നോക്കിയാലോ? 210 കിട്ടും കേട്ടോ. x+1 x+2 x+3 ഇങ്ങനല്ലേ? ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുകയാണ്? 210 കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കി. ഈ ഭാഗം ഒന്ന് എല്ലാവരും ഒന്ന് കൂട്ടി നോക്കി. ഈ ഭാഗം ഒന്നായിട്ട് കൂട്ടി എന്ത് കിട്ടും? ഒരെക്സ് ഉണ്ട്. അപ്പോൾ എത്ര എക്സ് ആയി? 1 2 3 4 4x അല്ലേ? അപ്പോൾ 4x എന്ന് വെറുതെ എഴുതുക. ഇങ്ങോട്ട് ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. ഇങ്ങോട്ട് ഒന്നിനൊക്കെ ഒപ്പം കൂട്ടുക. 1 2 ഒന്നും കൂട്ടി എത്ര? 1 2 കൂട്ടിയാൽ 3 3 കൂട്ടിയാൽ 6 സെറ്റ്. 6 ഈക്വൽ ടു എന്താ? 210. അതല്ലേ ഇപ്പോൾ പറഞ്ഞത്. അപ്പം 4x + 6 ഈക്വൽ ടു എന്ത് വന്ന്? 210. അതൊന്ന് ഞാൻ ജസ്റ്റ് എഴുതി തരാം. 4x + എത്ര? 6 ഈക്വൽ ടു 210 എന്നല്ലേ ഒരു പറഞ്ഞത്. ഇതല്ലേ ഇപ്പോൾ കിട്ടിയേ? 4x 4 എണ്ണൽ സംഖ്യ. അതിനുള്ള ഒരു എക്സാമ്പിൾ, അതായത് എങ്ങനെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ള പറഞ്ഞത്. 4x 4 എണ്ണൽ സംഖ്യയില്ല. അപ്പോൾ 4x പിന്നെ 1 2 3 അങ്ങനെയല്ലേ കൂട്ടിയത്. അപ്പോൾ കൂട്ടിയാൽ 6ഉം. അപ്പോൾ എന്താണ്? 4x + 6 210. എന്നിട്ട് എന്ത് ചെയ്യുക? എക്സിനെ നമുക്ക് ഒപ്പാക്കണം, ഒറ്റക്കാക്കണം. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഒപ്പാക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 6നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 6 പ്ലസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് ആവും. അപ്പോൾ 210 എന്ത് ചെയ്യുക? 6 മൈനസ് ചെയ്യാന്നല്ലേ. അപ്പോൾ 4x ഈക്വൽ ടു എന്തായി? 210. അതേപോലെ ഉണ്ട്. ഒന്നും ചെയ്തിട്ടില്ലേ. എന്നിട്ട് ഈ 6നെ അപ്പുറത്ത് കൊണ്ടുപോയി. എന്തായി? -6. അപ്പോൾ 210 6 പോയാൽ എത്രയായി? 204 അല്ലേ? 204 കിട്ടും. 204 അല്ലേ കിട്ടുക? 210 6 പോയാൽ എത്രയാണ്? 204. സെറ്റല്ലേ? 204. അപ്പോൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 4x ഈക്വൽ ടു എന്ത് വന്നേ? 204 വന്നേ. 204. അങ്ങനെ ഈ എക്സിനെ ഒറ്റക്കാക്കണം. അപ്പോൾ എക്സിനെ ഒറ്റക്കാക്കണമെങ്കിൽ 4നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ? ഇവിടെ ഇൻറ്റു അല്ലേ? ഇങ്ങനെ ഇട്ടാൽ ഇൻറ്റു 4x പറഞ്ഞാൽ 4 × x. അപ്പോൾ ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ 4 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 4. 204നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പും കൂടി ചെയ്തല്ലേ. അപ്പോൾ എന്താണ്? 4x ഈക്വൽ ടു 204 x ഈക്വൽ ടു 204 ഡിവൈഡഡ് ബൈ 4. 204നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? അതിനുള്ളൊരു എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം. അതും സിമ്പിളായിട്ട്. ആദ്യം 20 എടുക്കുക. 20 എടുത്തൂടെ? 20ൽ എത്ര പ്രാവശ്യം 4 ഉണ്ട്? 5. അപ്പോൾ അത് വെട്ടി അല്ലേ? 5 പ്രാവശ്യം. ആ മുകളിൽ നമ്മൾ എഴുതി. 20ൽ എത്ര 4 ഉണ്ട്? 5. പിന്നെ ഈ 4 അല്ലേ ബാക്കിയുള്ളത്. 4ൽ എത്ര പ്രാവശ്യം 4 ഉണ്ട്? 1 പ്രാവശ്യം. അപ്പം 1 പ്രാവശ്യം. അപ്പോൾ 51. ആൻസർ എത്ര? 51. സിമ്പിൾ. എന്താ ചെയ്തിട്ടുള്ളത്? നമ്മളെന്താ ചെയ്തേ? 204 ഡിവൈഡഡ് ബൈ എന്താ? 4. 20ൽ എത്ര 4? 20ൽ എത്ര 4? 5. 5 ഇവിടെ എഴുതി. 4ൽ എത്ര 4? ഈ 4 എന്ന് പറഞ്ഞാൽ രണ്ടിനും ബാധകമല്ലേ. അപ്പോൾ 4ൽ എത്ര 4? ഒരൊറ്റ 4. അപ്പോൾ എത്ര ആൻസർ? 51. സിമ്പിൾ. പെന്നും കൂടി ആവശ്യമില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 190 ആണെങ്കിൽ ആൻസർ എത്രയാണ്? 5 എണ്ണൽ സംഖ്യ. അപ്പം 5 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? നമ്മൾ ആലോചിക്ക്. 5x വരില്ലേ? 5x വരും. 5 എണ്ണൽ സംഖ്യ പറയുമ്പോൾ 5x വരും അല്ലേ? 5x വരില്ലേ? ഓർത്ത് നോക്കി. x+1 x+2. അപ്പോൾ എത്ര ഉണ്ടായി? 1 2 3 5എണ്ണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 1 2 3 ആയി. പിന്നെ x+3 x+4 സെറ്റാണോ? സെറ്റല്ലേ? x+4. അപ്പോൾ എത്ര എണ്ണമായി? 1 2 3 4 5. 5 എണ്ണൽ സംഖ്യയല്ലേ പറഞ്ഞേ. ഇതിൻ്റെ തുക 190 എന്നാണ്. അപ്പോൾ ആദ്യം എക്സിന് ഒന്നായിട്ട് കൂട്ടുക. ഒരു x 2x 3x 4x 5x. 5 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 5x. 6 എണ്ണൽ സംഖ്യ പറയുമ്പോൾ 6x. 7 എണ്ണൽ സംഖ്യ പറയുമ്പോൾ ax. സെറ്റല്ലേ? ഇങ്ങോട്ട് എന്ത് ചെയ്യുക? 1 ഇതെത്ര? 1ക്ക് 2 കൂട്ടി പിന്നെ 3 4. എത്ര വരും? നമുക്ക് എത്ര വരും? എത്ര വരിക? 100 എത്ര വരും? 180 ആണോ വരിക? 160 ആണോ വരിക? ഒന്ന് കൂട്ടി നോക്കി. അതായത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ എന്ത് വരും? 180 വരും. 180 വരും. എങ്ങനെ 180 വന്നേ? 190ന് ഏതോ ഒരു സംഖ്യ കുറച്ചതല്ലേ 180. അതായത് 10 കുറച്ചത്. എങ്ങനെ കിട്ടി? ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് നമുക്ക് 5x എന്ന് കിട്ടി. 5x ആണല്ലോ. പിന്നെ നമ്മൾ ബാക്കിയുള്ള സംഖ്യകളൊക്കെ കൂട്ടി. ബാക്കിയുള്ള സംഖ്യ പറയുമ്പോൾ എക്സിൻ്റെ കൂടെ x x+1 x+2 x+3
3x+4 ഇത്രയല്ലേ. അപ്പോൾ ഈ 1ഉം 2ഉം 3ഉം കൂട്ടി പിന്നെ 4ഉം കൂട്ടി എത്ര? 1ഉം 2ഉം 3ഉം കൂട്ടി 5, പിന്നെ ഈ 4ഉം 1ഉം ഈ 4ഉം ഈ 1ഉം കൂട്ടിയാൽ എന്ത് വന്ന്? 10 വന്നില്ലേ? 10 വന്ന്. അപ്പോൾ എത്രയാണ്? 5x + 10 = എന്ത് വന്ന്? 190 അല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 190. അപ്പോൾ 5x = എന്താണ്? 190 - 10 നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ 180. അപ്പോൾ x = എന്തായി? 5നെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. 180/5. ഇതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം? 180/5 എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം? ജസ്റ്റ് പറഞ്ഞുതരാം. 180/5. 18ൽ എത്ര പ്രാവശ്യം 5? 3 5 15 അല്ലേ? 18ൽ 3 5 അല്ലേ? അപ്പം 3 × 5 എത്ര? 15. 18ൽ നിന്ന് 15 പോയ എത്ര? 18ൽ നിന്നും ആ 15 പോയാൽ എത്ര കിട്ടും? 3 കിട്ടുമല്ലോ. അപ്പോൾ 30ൽ ആ 3 ഇവിടെ ഇങ്ങനെ വെല്ലിട്ട് കൊടുക്കുക. അപ്പോൾ 30ൽ എത്ര പ്രാവശ്യം? 30ൽ എത്ര പ്രാവശ്യം 5? എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. അപ്പോൾ 36. ആൻസർ എത്ര? 36. ഒന്നും കൂടിയും പറഞ്ഞുതരാം, അറിയാത്തവർക്ക് വേണ്ടി, ബേസ് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. എന്താണ്? എത്രയാണ്? 180. 180/5. 180/5 എന്ന് പറയുമ്പോൾ 18ൽ 5 എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം. അപ്പോൾ 3 5 15. ഈ 18ൽ നിന്നും 15 കുറച്ചാൽ എത്രയാണ്? 3 കിട്ടും. ആ 3 ഇവിടെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ ഈ 30ൽ എത്ര പ്രാവശ്യം 5? 30ൽ എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 6 5 30. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 36 ആൻസർ കിട്ടും. ഓക്കെ, സെറ്റാണല്ലോ. ഇതുവരെ പറഞ്ഞ സെറ്റാണെന്ന് വിചാരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങളെ കമൻറ്റും ലൈക്കും കാണുമ്പോൾ മാത്രമുള്ള ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. താങ്ക് യു.